ഒന്ന് അനങ്ങി നടക്കണോ മാപ്പിളെ? മാപ്പിള നിന്റെ അപ്പൻ. അയ്യോ എന്താ അനങ്ങി നടക്കണതാ സ്വാമിയേ. പൊന്നുണ്ണി വാവോ പറഞ്ഞിട്ട് പോയതുപോലെ ദേ തുണിയിലാണ്ട് വന്ന് നിൽക്കണു. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? നീ എന്താ ഈ കാണിച്ചു നിൽക്കണേ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. എന്താ ഈ കാണിച്ചിരിക്കുന്നത്? എന്താ കുളിച്ചോണ്ടെന്ന് എന്റെ മേത്ത് ചവറ് കൊണ്ട് കൊട്ടിട്ട്. കൊട്ടിയിട്ടാ? ആര് കൊട്ടിയിട്ടു? സ്വാമി എന്നെ. ഞാനാ? അഭിനയിക്കണ്ട. ഞാൻ കണ്ടതാ സ്വാമി കൊണ്ടൊന്ന് കൊട്ടുന്നത്. തന്നോട് ആരാ പറഞ്ഞു പണി ചെയ്യാൻ? സ്വാമിയല്ലേ പറഞ്ഞിട്ട് ചവറ് കൊണ്ട് പുറത്തിട്ട്. പുറത്തിടാൻ പറ്റില്ല, പിന്നിന്റെ പുറത്താണ് കൊണ്ടിരുന്നത്. ഉണ്ണി എന്താ ഇത്? എന്റെ ഉണ്ണി നീ എന്ത് കാണിച്ചാ വന്ന് നിൽക്കുന്നത്? എന്നോടല്ല, ദേ അമ്മയുടെ വാടകക്കാരോട് ചോദിക്കും. ഞാൻ കുളിച്ചോണ്ട് നിൽക്കുമ്പോ അവരെന്താ കാണിച്ചെന്ന്. എന്റെ ദൈവമേ, എന്താ സ്വാമി ഇത്? ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? വെറുതെ ബഹളുണ്ടാക്കലിന്ന് നടന്ന് ഇനി നിങ്ങൾ അനൗൺസ് ചെയ്തിട്ട് നാട്ടിക്കണ്ട. ഇലയെന്ന് മുള്ളിൽ വീണാലും മുള്ളെന്ന് ഇലയിൽ വീണാലും കേട് നമ്മൾ ഈ മരത്തിനാണ്. അത് നിങ്ങൾ ആലോചിച്ചോളൂ. അതിനിപ്പോ ആരെവിടെ ഇലയിലും മുള്ളിൽ? അതെ, അബദ്ധവശാൽ ഇയാൾ ചവറ് കൊണ്ടിട്ടത് ആ കുട്ടിയുടെ ദേഹത്തായി പോയി. ഖേദമുണ്ട്. അയ്യോ അത്രേ ഉള്ളോ? എന്ത് അത്രേ ഉള്ളൂന്നോ? എന്റെ ഉണ്ണി നിനക്കെന്താ? കുറച്ച് വെള്ളം കൂടെ കോരി കുളിച്ചാ പോരെ? അത് തന്നെ, അതിനായി ഏപ്പറത്തിന്റെ പോസ്റ്റർമാരിങ്ങനെ നിൽക്കണ്. വൃത്തിയായിട്ട് വെള്ളം കോരി കുളിച്ചാലും മോളെ. ഞാനേ 20 ബക്കറ്റ് വെള്ളം കോരി കുളിച്ചതാ. അതിപ്പോ ഇവര് കോരി തരണം. 20 ബക്കറ്റാ? എന്നാ പിന്നെ നിന്നെ കോരി ബുദ്ധിമുട്ടണേ. കിണറ്റിലേക്ക് ഇറങ്ങി കുളിച്ചാ പോരെ? മതി താൻ പോയിട്ട് ഒരു 20, 25, 30 ബക്കറ്റ് വെള്ളം കോരി കൊടുത്തേ. അങ്ങനെ അയാളെ കൊണ്ട് വെള്ളം കോരിച്ച് സ്വാമി ഒഴിയാൻ നോക്കണ്ട. ഇത് മുഴുവൻ സ്വാമി തന്നെ കഴുകി തരണം. എന്ത്? എന്നെ കുളിപ്പിച്ച് തരണോന്ന്. അതിനെ വേറെ ആളെ നോക്കണം. അപ്പൊ സ്വാമി വേറെ ഇടം നോക്കിക്കോ താമസിക്കാൻ. എന്നെ കുളിപ്പിച്ച് തരാണ്ട് സ്വാമി ഇവിടെ താമസിക്കാന്ന് വിചാരിക്കണ്ട. സ്വാമി അവള് പറയുന്ന പോലെ ഒന്നും കൂടെ കേട്ടേക്ക്. ഇല്ലെങ്കിൽ അവള് സമ്മതിക്കത്തില്ല. ഒന്നും വിചാരിക്കണ്ട സ്വാമി. ഒരു കഥയില്ലാത്ത പെണ്ണല്ലേ, കൊച്ചു കുട്ടിയായിട്ട് കരുതിയാ മതി. പറഞ്ഞത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല. ക്രിസ്ത്യാനിയാണല്ലേ? എന്തിനാ പിടിച്ച് കുശുമ തറക്കാനാ? ഒന്ന് പോത്തള്ളേ. മനുഷ്യന് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ മാമോയിച്ച കണക്ക് ചോദിക്കണേ. പ്രാന്ത് പിടിച്ചെങ്കിൽ ആശുപത്രി പോയി കിടക്കണോ? അത് ശരി. അപ്പൊ തള്ള ചെല്ലുന്ന കാര്യല്ല. മുണ്ടും ചട്ടിയെടുത്ത് ക്രിസ്ത്യാനികളുടെ പേര് കളയാൻ വേണ്ടി നടക്കല്ലേ? ഒന്ന് പോടോ. പോടോ നിന്നെ ഞാൻ അലക്ക്. ഞാൻ എന്നാ ഇതും കൂടെ അലക്ക്. എന്നാ അറിയില്ല. ഒന്നേ തുടങ്ങിക്കോ. മാതിയമ്മേ, നമ്മളെ മോള് വിചാരിച്ച പോലെയൊന്നല്ലല്ലോ. നമ്മുടെ മോളോ? അല്ല, നിങ്ങളെ മോള് തന്നെ. അവള് ഞാൻ വിചാരിച്ച പോലെയൊന്നല്ല. താനെന്തിനാ എന്റെ മോളെ പറ്റി ആവശ്യമില്ലാത്തൊക്കെ വിചാരിക്കുന്നേ? താനും കൂടെ വന്നേ. അല്ലെന്ന്, നമ്മളൊരു കണ്ണവിടെ വേണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലോ? എന്റെ മോക്കൊന്നും സംഭവിക്കാതെ നോക്കാനേ അവക്കറിയാം. അവക്കല്ലോന്ന് സ്വാമിക്ക്. സ്വാമിയുടെ കാര്യം പറഞ്ഞ താനാരാ? സ്വാമിയുടെ അളിയനോ? എഴുവാടോ? അളിയനല്ലെങ്കിൽ ഒന്ന് കാണാലോ. കാലൊന്ന് മാറ്റി സ്വാമി. സ്വാമി സ്വാമിക്കെന്താ എന്നോട് ഇത്ര വലിയ വെറുപ്പ്? ഞാൻ സ്വാമിയുടെ ജാതി അല്ലാത്തോണ്ടാ? ഇയാള് ജാതി മത സൗഹാർദ്ദം ഒന്നും പറയണ്ട. മിണ്ടായിരുന്നു കുളിച്ചാ മതി. ഇതെന്തോന്ന് ജന്മമാ? എന്തായി കാണിക്കുന്നേ? കുളിപ്പിക്കുന്നില്ലേ? കുളിപ്പിച്ചിട്ടെന്താ കാര്യം? ശരീരത്തിനല്ലല്ലോ, മനസ്സിനല്ലേ അഴുക്ക്. എന്താ ഒരു കർത്തൻ നാടകം കളിക്കാൻ എന്താ കാണണോ? എളുപ്പം കൊണ്ടോടോ. ഇരുപത്തഞ്ച്. 25 കേട്ടോ. മതി. ഇനി നിർത്തിക്കോ. ദേ നിക്കണു. ഇതെന്താ ഡബിൾ ആക്റ്റാ? സ്വാമി, അപ്പൊ സ്വാമി ഇത്ര നേരം ആരെ കുളിപ്പിച്ചതാണോ?
നോക്കി പേടിപ്പിക്കണ്ട. ഈ ഉണ്ണിയോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. വെറുതെ ഇരുന്ന് എന്നെ എന്തിനാ പെണ്ണ് കാണാൻ വന്നത്? ആദ്യാദ്യമായിട്ട് എന്നെ കാണാൻ വന്ന ആളാ സാമി. സാമിയെ കൊണ്ട് എന്റെ കഴുത്തി താലി കെട്ടിക്കാതെ ഞാൻ അടങ്ങില്ല. നിന്നെ അടക്കണമെങ്കിലേ കഴുത്തി താലിയല്ല കെട്ടേണ്ടത്, കയറാണ്. ഏജമേ